ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ തൊഴിൽ ഉത്ഗ്രഥിത വിദ്യാഭ്യാസത്തിൻ്റെ അതായത് നമ്മുടെ വർക്ക് എഡ്യൂക്കേഷൻ്റെ രണ്ടാമത്തെ മേഖലയാണ് പ്ലംബിംഗ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ പ്ലംബിങ്ങിനെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു വിഷയങ്ങളുടെ ഒക്കെ വീഡിയോസ് STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി വർക്ക് എഡ്യൂക്കേഷൻ്റെ മാത്രം ക്ലാസ്സുകൾ മതിയെങ്കിൽ STD7 വർക്ക് എഡ്യൂക്കേഷൻ എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്, അത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് ബിൽഹോവയുടെ ഒരു ക്വട്ടേഷൻ, ഒരു സന്ദേശം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ആളുകൾ ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ആവശ്യമുള്ളതുമായ സേവനങ്ങളിൽ ഒന്നാണ് പ്ലംബിംഗ്. അല്ലേ മക്കളെ? നമുക്ക് നമ്മളുടെ വീട്ടിൽ പൈപ്പും കാര്യങ്ങളും ടാപ്പും ഒന്നും ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലേ ഇന്നത്തെ കാലത്ത്. സോ അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എന്താണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. വെള്ളം ഒഴുകുന്ന വഴി. നിങ്ങളുടെ വിദ്യാലയത്തിൽ ലംബ കൃഷി ആരംഭിച്ചുവല്ലോ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യുന്നതെന്നല്ലേ. ചെടികൾക്ക് ആവശ്യമായ വെള്ളവും വളവും നൽകുന്നത് എങ്ങനെയാണ്? ഫലപ്രദമായി ലംബകൃഷി ചെയ്യുന്ന ഒരു വിദ്യാലയത്തിൽ ചെടി നനയ്ക്കാനും വളം നൽകാനും ഉപയോഗിക്കുന്ന സംവിധാനമാണ് ചിത്രത്തിൽ. നിങ്ങളുടെ വിദ്യാലയത്തിൽ അനുവർത്തിക്കുന്ന രീതി ഇതുമായി താരതമ്യം ചെയ്യൂ. ജലം പാഴാകാതെയും എളുപ്പത്തിലും ജലസേചന സംവിധാനം ഒരുക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം. പ്ലംബിംഗ്. എന്താണ് പ്ലംബിംഗ്? വിവിധ ആവശ്യങ്ങൾക്കായി ദ്രാവകങ്ങളും വാതകങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തികളെ പൊതുവായി പ്ലംബിംഗ് എന്ന് പറയാം. GI പൈപ്പ്, PVC പൈപ്പ് എന്നിവയാണ് പ്ലംബിങ്ങിനായി സാധാരണ ഉപയോഗിക്കുന്നത്. പൈപ്പുകൾ ഘടിപ്പിക്കാൻ ആവശ്യമായ അനുബന്ധ സാമഗ്രികൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ആദ്യത്തേത് കപ്ലിംഗ്. പൈപ്പുകൾ യോജിപ്പിക്കുന്നതിന് കപ്ലിംഗ് ഉപയോഗിക്കുന്നു. തകർന്നതോ കേടായതോ ആയ പൈപ്പ് ലൈനുകൾ നന്നാക്കാൻ ഇത് ആവശ്യമാണ്. അടുത്തത് എൽബോ. ജലപ്രവാഹം നിശ്ചിത ദിശയിലേക്ക് തിരിച്ചുവിടാൻ എൽബോ ഉപയോഗിക്കുന്നു. അടുത്തത് ബെൻഡ്. എൽബോയുടെ അതേ ഉപയോഗം തന്നെയാണ് ബെൻഡിനും. മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുന്ന പൈപ്പ് ലൈനുകളിൽ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിന് എൽബോയ്ക്ക് പകരം ബെൻഡുകളാണ് സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. അടുത്തത് റെഡ്യൂസർ. വ്യാസം കൂടിയ പൈപ്പിനെ വ്യാസം കുറഞ്ഞ പൈപ്പിലേക്ക് ഘടിപ്പിക്കാൻ റെഡ്യൂസർ ഉപയോഗിക്കുന്നു. അടുത്തത് T കണക്ടർ. T കണക്ടറിൽ ഒരു ഇൻലെറ്റും 2 ഔട്ട്ലെറ്റുകളും ഉണ്ട്. 2 വ്യത്യസ്ത പൈപ്പുകളിൽ നിന്നുള്ള ജലപ്രവാഹം ഒന്നിലേക്ക് സംയോജിപ്പിക്കുവാൻ ഈ ഉപകരണം ഉപയോഗിക്കുന്നു. അതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം അതിൻ്റെ ഉപയോഗം എന്താണെന്ന് അല്ലേ. നിങ്ങളിത് വീടുകളിലെ പല ആവശ്യങ്ങൾക്കുമായിട്ട് കണ്ടിട്ടും ഉണ്ടായിരിക്കും. അടുത്ത ഇത് നോക്കൂ, ക്രോസ്. ക്രോസിൽ 4 ദിശകളിൽ ഓരോന്നിലും ഓരോ ആക്സസ് പോയിന്റ് ഉണ്ട്. ഇതിലൊന്ന് ഇൻലെറ്റായും ബാക്കി 3 ഔട്ട്ലെറ്റുകളായും അല്ലെങ്കിൽ തിരിച്ചും, അതായത് 3 ഇൻലെറ്റുകളും 1 ഔട്ട്ലെറ്റും അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ക്യാപ്പും പ്ലഗും. പൈപ്പുകളുടെ തുറന്ന അറ്റങ്ങൾ താൽക്കാലികമായോ സ്ഥിരമായോ അടയ്ക്കുന്നതിന് ക്യാപ്പുകളും പ്ലഗുകളും ഉപയോഗിക്കുന്നു. അടുത്തത് വൈ പൈപ്പ്. വ്യത്യസ്ത ലെവലിലുള്ള പൈപ്പുകൾ തമ്മിൽ ബന്ധിപ്പിക്കാനായി ഉപയോഗിക്കുന്ന 45 ഡിഗ്രി ബ്രാഞ്ച് ലൈന് ആണിത്. ഡ്രൈനേജ് സംവിധാനത്തിൽ ഇത് കൂടുതലായി ഉപയോഗിക്കുന്നു. അവസാനത്തേത് വാൽവ്. ജലത്തിൻ്റെയോ വാതകത്തിൻ്റെയോ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് വാൽവുകൾ ഉപയോഗിക്കുന്നു. ഇനി പ്ലംബിങ്ങിന് ആവശ്യമായ ചില ഉപകരണങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തേത് പൈപ്പ് റെഞ്ച്. പൈപ്പ്, വാൽവ്, ടാപ്പ് മുതലായവ ഘടിപ്പിക്കുന്നതിനും അഴിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈപ്പ് റെഞ്ച്. അടുത്തത് അഡ്ജസ്റ്റബിൾ സ്പാനർ. പൈപ്പ് റെഞ്ചിന്റെ അതേ ഉപയോഗം തന്നെയാണ് സ്പാനറിനും ഉള്ളത്. ചെറിയ തോതിലുള്ള പ്ലംബിംഗ് പ്രവർത്തനങ്ങൾക്ക് ഈ ഉപകരണം മതിയാകും. ഭാരക്കുറവുള്ളതിനാൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അടുത്തത് ഹാക്സോ. പൈപ്പ് മുറിക്കുന്നതിന് ഈ ഉപകരണം ഉപയോഗിക്കുന്നു. അടുത്ത ഉപകരണം പ്ലെയേഴ്സ്. പ്ലഗുകൾ ഉറപ്പിക്കുന്നതിനും അഴിക്കുന്നതിനും ഉപയോഗിക്കുന്നു. അവസാനത്തേത് സ്ക്രൂ ഡ്രൈവർ. ക്ലാമ്പുകൾ ഘടിപ്പിക്കുന്നതിന് ആവശ്യമായ സ്ക്രൂകൾ മുറുക്കുന്നതിനും അഴിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ക്രൂ ഡ്രൈവർ. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ് താഴെ കൊടുത്തിട്ടുള്ള സാമഗ്രികൾ ഉപയോഗിച്ച് ലംബകൃഷി രീതിയിലെ ടവറുകളിലേക്ക് വെള്ളവും വളവും എത്തിക്കുന്നതിൻ്റെ ഒരു മാതൃക തയ്യാറാക്കണം. അതിനാവശ്യമായ സാമഗ്രികൾ 1/4 ഇഞ്ച് PVC പൈപ്പ്, 1/2 ഇഞ്ച് PVC പൈപ്പ്, എൽബോ, റെഡ്യൂസർ, ഹാക്സോ, സ്റ്റോപ്പർ, വോൾവ്, ഫെർട്ടിഗേഷൻ ടാങ്ക് തുടങ്ങിയവയാണ് കേട്ടോ. 2 മീറ്റർ ഉയരത്തിലെങ്കിലും ഫെർട്ടിഗേഷൻ ടാങ്ക് ക്രമീകരിക്കുക. ടാങ്കിൽ നിന്ന് 1 മീറ്റർ അകലെയായി ആദ്യത്തെ ടവർ ഉറപ്പിക്കുക. 1ാമത്തെ ടവറിന്റെ മധ്യഭാഗത്തു നിന്നും 1 മീറ്റർ അകലത്തിൽ 2ാമത്തെ ടവറിന്റെ മധ്യഭാഗം വരത്തക്ക വിധം 2ാമത്തെ ടവർ ഉറപ്പിക്കുക.
ടാങ്കിൽ നിന്ന് ടവറുകളിലേക്ക് സുഗമമായ ജലം ഒഴുകുന്ന വിധത്തിൽ അനുബന്ധ സാമഗ്രികൾ ഉപയോഗിച്ച് പൈപ്പുകൾ യോജിപ്പിച്ച് പ്ലംബിംഗ് പ്രവർത്തനം പൂർത്തിയാക്കുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടു കൂടിയിട്ട് ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ്. എന്തെല്ലാം മേന്മകളാണ് നിങ്ങളുടെ മാതൃകയ്ക്കുള്ളത് എന്നും നിങ്ങൾ തയ്യാറാക്കിയ മാതൃകയുടെ രേഖാചിത്രം വരയ്ക്കാനും നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മുൻകരുതലുകൾ, അതായത് പ്ലംബിംഗ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നാണ്. ജലസേചന സംവിധാനങ്ങൾ നന്നാക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് പ്രധാന വാൾവ് അടയ്ക്കേണ്ടതാണ്. പൈപ്പുകൾ മുറിക്കുമ്പോഴും റിപ്പയർ ചെയ്യുമ്പോഴും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കണം. രാസവസ്തുക്കളിൽ നിന്നും കൈകൾ സംരക്ഷിക്കുവാൻ അനുയോജ്യമായ കൈയുറകൾ ധരിക്കേണ്ടതാണ്. ശ്വാസകോശ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മാസ്ക് ഉപയോഗിക്കുക. ഇരുട്ടുള്ളതോ ഇടുങ്ങിയതോ ആയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ശരിയായ പ്രകാശ സംവിധാനങ്ങൾ ഉറപ്പാക്കണം. ഇനി എന്താണ് വെർട്ടിക്കൽ ഫാം ഫെർട്ടിഗേഷൻ എന്ന് നോക്കാം. നമ്മൾ വെർട്ടിക്കൽ ഫാമിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അതിൻ്റെ ഫെർട്ടിഗേഷൻ അല്ലെങ്കിൽ ടാങ്ക് സ്ഥാപിക്കുന്ന രീതി എങ്ങനെയെന്നാണ് നോക്കുന്നത്. വെർട്ടിക്കൽ ഫാമിങ്ങിൽ സസ്യങ്ങൾക്ക് പോഷകങ്ങൾ ദ്രവരൂപത്തിൽ എത്തിക്കുന്ന രീതിയാണ് വെർട്ടിക്കൽ ഫാം ഫെർട്ടിഗേഷൻ. ലംബമായ പ്രതലങ്ങളിൽ വളരുന്ന ചെടികളുടെ വേരുകളിലേക്ക് പോഷക സമ്പുഷ്ടമായ ലായനി വിതരണം ചെയ്യുന്ന പ്രത്യേക ജലസേചന സംവിധാനമാണിത്. സസ്യങ്ങളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഈ രീതി സഹായിക്കുന്നു. ഇനിയും മുന്നോട്ട് വിവിധ ജലസേചന സംവിധാനങ്ങളുടെ സവിശേഷതകൾ കണ്ടെത്തൂ. നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഏത് ജലസേചന സംവിധാനമാണ് ഉപയോഗിക്കുക, എന്തുകൊണ്ട്? നിങ്ങൾ കൃഷി ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് ഇരിക്കും. അതായത് അതിൻ്റെ സ്ഥലവും കാര്യങ്ങളും, ഇനി ലംബകൃഷിയാണ് അവലംബിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അതിന് ഉത്തരം എഴുതാൻ. ഞാൻ നേടിയത് നേട്ടങ്ങൾ നോക്കൂ. പൈപ്പുകൾ ഫിറ്റ് ചെയ്യുന്നതിന് ആവശ്യമുള്ള വിവിധ സാമഗ്രികൾ ഏതൊക്കെയെന്ന് എനിക്കറിയാം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആദ്യത്തേത് ടിക്കിടുക. കുറച്ചൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേതിൽ, തീരെ അറിയില്ലെങ്കിൽ അവസാനത്തേത്. ഒരു ലഘു ജലസേചന സംവിധാനം തയ്യാറാക്കാൻ എനിക്ക് കഴിയും. സ്വയമേ തന്നെ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആദ്യത്തേതിൽ ടിക്കിടാം. കുറച്ചൊക്കെ കഴിയുമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേതിലിടാം. ഒന്നും കഴിയില്ല എന്നുണ്ടെങ്കിൽ അവസാനത്തേത് ടിക്കിടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്